അവിടെ എന്താ പ്രശ്നം ഉണ്ടാക്കിയ സത്യം പറ. കുഴിപ്പള്ളത്ത് നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടാ വന്നേന്നാ ചോദിച്ചത്. അയ്യോ അമ്മേ, എന്താ അയ്യോ അമ്മ? അയ്യോ ഹായ് അമ്മ. ആ സാധനം പെട്ടെന്ന് അമ്മയെ കണ്ടതിന്റെ സന്തോഷത്തിലേ ഇങ്ങനെ പറഞ്ഞതാ അമ്മ. ലച്ചു പറ, സത്യം പറ, എന്ത് പറ്റിയതാ മുഖത്ത്? എന്തു ചേച്ചി? എന്തോന്നടി ഇത്? ഞാൻ പറഞ്ഞില്ലേ അവിടെ പൂട്ടിയിട്ടതിന്റെ പേരിൽ ഇവിടെ വന്ന് ഇവിടെ മെക്കിട്ട് കയറിയത്. അത് അടഞ്ഞപ്പോ പറ്റിയത്. തടഞ്ഞപ്പം പറ്റിയതാ? മുഖം ഇടിച്ച് പഞ്ചറാക്കിയിട്ട് തടഞ്ഞപ്പം പറ്റിയതാ? ചേട്ടാ ഞാൻ അവിടെ മര്യാദക്ക് ഇരിക്കായിരുന്നു. ഇവളാണ് എന്റെ പുറകെ വന്ന് ചാടി വന്ന് ഇടിച്ചത്. ഞാൻ മാക്സിമം പിടിച്ചെടുത്താൻ നോക്കി. അപ്പൊ ഈ കേശവും പാറും കൂടെ ഇവിടെ പിടിച്ചു മാറ്റി. അപ്പൊ പിന്നെ ഇടിക്കാൻ വന്ന്. അപ്പൊ ഞാൻ തടഞ്ഞപ്പോ പറ്റിയതാണ്. ഇടിച്ചെന്ന് തോന്നിയ അങ്ങനെ തന്നെ. എത്രയെന്നും പറഞ്ഞ മനുഷ്യൻ കൺട്രോൾ ചെയ്യണം. എന്നെ അവിടെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവള് കറങ്ങി നടക്കും. ഞാൻ അവിടുത്തെ അടുക്കള പണി മൊത്തം ചെയ്യണം. അതൊക്കെ നേരത്തെ പറഞ്ഞു തീർന്ന കാര്യങ്ങളല്ലേ ചേട്ടാ. ഞാൻ അതൊക്കെ അപ്പോഴേ വിട്ട്. ഇവളാണ് പിന്നെ ഈ പ്രശ്നം തുടങ്ങിയത്. ലച്ചുവേ, എന്നോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ ലച്ചു? അവിടെ നിന്ന് ഇല്ലേ, ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞല്ലേ ഇവിടെ ഒന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്ന്. പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വന്നേ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരാൾ ഫോണും കളിച്ചിരിക്കുന്നു. ഫോണിൽ കോൾ ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ പ്രശ്നം ഉണ്ടാക്കി. പോട്ടെ, ഇനി എന്തായാലും നടന്നാ കടന്ന് നീ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നീ ഇതിന്റെ പേര് ഒന്നും പറയാൻ നിൽക്കണ്ട. ഗൗരി പറഞ്ഞത് സത്യമാണെങ്കിൽ, അതായത് തടുത്തപ്പ കൊണ്ടെന്നല്ലേ പറഞ്ഞത്, അത് സത്യമാണെങ്കിൽ കുറച്ച് കൂടിപ്പോയി കേട്ടാ. ഒരമ്മയ്ക്കും മകളെ ഈ നിലയിൽ കാണാൻ പറ്റുന്ന കാര്യമല്ല, സഹിക്കൂല്ലത്. റൂമിൽ വെച്ച് ഗൗരിയുടെ അടുത്ത് എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് വിട്ടാണ്. അപ്പൊ ഈ കൊച്ചൊന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല. ലച്ചു, നീ അല്ലടി എവള് പാറു എന്റെ മുമ്പ് ചേച്ചി ഇടിച്ചത്. അപ്പൊ എനിക്ക് വിഷമായി. അപ്പൊ പറയാനുള്ളത് പോയി പറഞ്ഞു. ശരിക്കും നീ ഭീഷണിപ്പെടുത്തിയ? ചേച്ചി ഉപദ്രവിച്ചാൽ ഞാൻ ചോദിക്കാൻ പോകും. കണ്ടമ്മ എന്റെ മുത്താണ് മരവാഴ പോലെ ഒരുത്തൻ. എന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അത് ലക്ഷ്യല്ലേ പാറക്കുട്ടിയെ കൂടുതൽ എടുത്തത്, അതിന്റെ സ്നേഹങ്ങൾ കാണിച്ചത്. അത് പോട്ട്, എല്ലാം കോംപ്രമൈസ് ആയല്ല. ഇനി ഈ വീട്ടിൽ അടിയും പിടിയൊന്നും പാടില്ല. രണ്ടുപേരും പരസ്പരം കൈ കൊടുക്ക്. എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോയി. ലച്ചുവേ, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ദേ ഇവിടെ അവസാനിക്കുക. ഇതിന്റെ പേരിൽ ആരും ഒരു സംസാരം ഉണ്ടാക്കണ്ട ഇവിടെ, കേട്ടല്ലോ? കേട്ടാ? നീ ആര് ഭയങ്കര ചട്ടമ്പിയാ? നീ ഇടിക്കുമല്ലോ നീ. കൈയോട് പിന്നെ ഇല്ല. എല്ലാരും പിരിഞ്ഞോ. ദാദാ ഞാനല്ലേ ഇവളല്ലേ പോയി ഭീഷണിപ്പെടുത്തിയേ. ഞാൻ അടി ഉണ്ടാക്കിയല്ലോ. ഞാനൊന്നും മിണ്ടില്ല. ഞാൻ പരിസരം മറന്നുപോയി.